ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിന്റെ ആലയം നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവാണ്. നമുക്ക് ദേവാലയം എത്രമാത്രം പ്രാധാന്യമാണോ അതിലും 10 മടങ്ങ് യഹൂദർക്ക് അവരുടെ ജെറുസലേം ദേവാലയം പ്രാധാന്യമുള്ളതായിരുന്നു. ദേവാലയം മനുഷ്യനെ അവന്റെ ഹൃദയം തുറക്കുവാനുള്ള സ്ഥലമാണ്. അവന് ദൈവാരാധന നടത്തുവാനുള്ള സ്ഥലമാണ്. അവന് പ്രാർത്ഥിക്കുവാനുള്ള സ്ഥലമാണ്. അവന്റെ ഹൃദയത്തിന്റെ വേദനകളും സങ്കടങ്ങളും സമർപ്പിക്കുവാനുള്ള വേദിയാണ്. അങ്ങനെയുള്ള സ്ഥലം കള്ളന്മാരുടെയും കവർച്ചക്കാരുടെയും ഗുഹയാക്കി മാറ്റിയത് കണ്ട യേശുനാഥൻ ചാട്ടവാർ എടുക്കുന്നതായിട്ടാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെയെല്ലാം പുറത്താക്കി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവുൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. ഈശോ പറയുന്നുണ്ട്: ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനും ആകയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുകയും ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ഞാൻ ആഗ്രഹിക്കുന്നത് ബലിയല്ല കരുണയാണ് എന്ന് പറഞ്ഞ് പാപിനിയെ സ്നേഹത്തോടെ പാപങ്ങൾ ക്ഷമിച്ച് അനുഗ്രഹിച്ച കർത്താവ് ചാട്ടവാർ എടുക്കണമെങ്കിൽ അത് എത്രമാത്രം അവനെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ദേവാലയ ശുദ്ധീകരണത്തിന് ശേഷം യേശുനാഥൻ പറയുന്നുണ്ട്: എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അത് പിതാവായ ദൈവത്തിൻ്റെ ആലയമാണ്. അത് ഏറ്റവും പരിശുദ്ധമായും വിശുദ്ധിയോടും കൂടി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നാം ഓരോരുത്തരുടെയുമാണ്. കുടുംബം ഒരു ഗാർഹിക സഭയാണ് എന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കുടുംബം ഒരു ദേവാലയമാണ്. എൻ്റെ കുടുംബം മൂല്യങ്ങളെല്ലാം ചോർന്ന് കള്ളന്മാരുടെയും കവർച്ചക്കാരുടെയും ഗുഹയായി മാറുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നത് ദേഹം ദേവാലയം എന്നാണ്. എന്നാൽ ഈശോ ഇന്ന് ഞാനാകുന്ന ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ചാട്ടവാർ എടുക്കേണ്ട അവസ്ഥയാണോ എനിക്കുള്ളത് എന്ന് നാം ആത്മപരിശോധന ചെയ്യേണ്ടതുണ്ട്. എൻ്റെ ദേഹം ദേവാലയമാണ് എന്ന ബോധ്യത്തോടു കൂടി ഏറ്റവും വിശുദ്ധമായും പരിശുദ്ധമായും ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം.